സ്നേഹം നിറഞ്ഞ പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പഠിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഒന്നാമത് ശരി അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. 3 ഓപ്ഷനുകളുണ്ട്. ശരിയായത് തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. എനിക്കിതെല്ലാം അറിയാം, ഇതൊക്കെ സിമ്പിളാണ് എന്ന മട്ടിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മുഴുവൻ മാർക്ക് കിട്ടുന്നതിനത് തടസ്സമാകും. ഇവിടെ ഒന്നാമത് വന്നിട്ടുള്ളത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്നത് എന്താണ്? മൊയ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, മാജിക് ഉണ്ട്. മൊയ്ജിസത്ത് നബിമാർക്കുള്ളതാണല്ലേ, അപ്പോൾ കറാമത്താണ് ശരിയായി വന്നത്. ഇനി രണ്ടാമത്തത് മണ്ണിൽ നിന്ന് പക്ഷികളെ സൃഷ്ടിച്ചതാരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 3 സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭരണ ആസ്ഥാനം ജെറുസലേമാണ്. 4 ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകളിലൂടെ വന്ന വെള്ളമാണ്. സംസം വെള്ളത്തിനേക്കാളും ഹൗദുൽ കൗസറിനേക്കാളും ശ്രേഷ്ഠമായത് നബിയുടെ വിരലിലൂടെ വന്ന വെള്ളമാണ്. 5ാമത്തത് കാറ്റിനെ വാഹനമാക്കിയ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് പട്ടിക പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. കുറച്ചൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നീല കളറിലുള്ളത് ഞാൻ പൂരിപ്പിച്ചു കൊടുത്തതാണ്. അൽ അസീസു, അൽ ജബ്ബാറു, അൽ മുതകബ്ബിറു, അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു, അൽ ഗഫാറു, അൽ വഹാബു, അൽ ഖഹാറു, അർ റസാഖു. ഇങ്ങനെ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. കുറേ നാമങ്ങൾ നമുക്കറിയാം. പറ്റുമെങ്കിൽ 99 നാമങ്ങളും പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർ കഴിയുന്ന രൂപത്തിൽ പഠിച്ചു വെക്കുക. ഇതുപോലെ ചിലപ്പോൾ പട്ടിക പൂർത്തിയാക്കാനുണ്ടാവും. അപ്പോൾ ഒരു 10 15 ഒക്കെ എന്തായാലും നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠഭാഗവുമായി ബന്ധമുണ്ടാവണം, നന്നായി വായിക്കണം. 3 4 തവണ ഓരോ പാഠങ്ങൾ വായിച്ചാൽ അത്ര എളുപ്പമായിരിക്കും. എല്ലാ അത്ഭുതങ്ങളും ഡാഷ് കറാമത്തല്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയും അല്ല. രണ്ടാമത്തത് അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതാണ് മുഅ്ജിസത്ത്. സ്ഥലമില്ലാത്തതുകൊണ്ട് ചുരുക്കിയതാണ്, നൽകിയിട്ടുള്ളതാണ് മുഅ്ജിസത്ത്. മൂന്നാമത്തത് പിറന്നു വീണ ഉടനെ നാം കേൾക്കുന്നതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹ് എന്ന നാമമാണ്, അള്ളാഹുവിൻ്റെ നാമമാണ്. 4 അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിനെ നാം വെറുക്കുന്നതും അള്ളാഹുവിൻ്റെ സ്നേഹം കാരണമാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ചുരുക്കി എഴുതിയതാണ്, നിങ്ങളത് ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. 5ാമത്തത് ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാൻ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്താണ്. എന്താണ്? ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാനാണെന്നത് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്താണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്വഹാബികളിൽപ്പെട്ട നല്ല ആളുകൾ ഔലിയാക്കളാണല്ലോ. അവരിൽ നിന്ന് കറാമത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് ആര് സത്യമാണെന്ന് തെളിയിക്കും? നബി സത്യവാനാണെന്ന് ഒന്നുകൂടെ ശക്തിപ്പെടുത്തും. ഇനി 4ാമത്തതാണ് വായിക്കാനുള്ളത്. ഉത്തരം എഴുതാം എന്ന ചോദ്യം. 1 നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. 2 ഏറ്റവും ഉത്തമ സമുദായം ഏതാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്, ഉമ്മത്ത് മുഹമ്മദിയയാണ്. 3ാമത്തത് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെത്ര? എത്ര പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചു? 1,24,000 പേരെ, 1,24,000 പ്രവാചകർ.
അടുത്തത് നാലാമത്തത് സിംഹാസനം എത്തിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞതെന്താണ്? ഇഫ്രീത്ത് എന്താണ് പറഞ്ഞത്? സുലൈമാൻ നബി കൊട്ടാരം, ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ജിന്നുകളിലെ ഇഫ്രീത്ത് പറഞ്ഞതെന്ത്? അങ്ങ് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കൊട്ടാരത്തെ എത്തിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് പോരാ, അതിനേക്കാൾ വേഗത്തിൽ കൊണ്ടുവരണം. അതാരാണ് കൊണ്ടുവന്നത് കൂടെ നിങ്ങൾക്കറിയാലോ, ആസഫിനു ബർഹിയ എന്ന് പറയുന്ന വ്യക്തി. അതും കൂടെ പഠിച്ചു വെക്കുക. അഞ്ചാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജനാസ ഹുജറത്തു ഷരീഫ പറഞ്ഞ നബിയുടെ ആ ഖബർ, പരിശുദ്ധമാക്കപ്പെട്ട ഖബറുള്ള സ്ഥലമാണ്. ഹുജറത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സ്വഹാബത്ത് പറഞ്ഞതെന്ത്? അറബിയിലാണ് എഴുതേണ്ടത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്. കവാടത്തിന് മുമ്പിൽ നബി ഇതാ, അബൂബക്കർ ഇതാ വന്നിരിക്കുന്നു, നബിയെ നിങ്ങൾക്ക് സലാം. അഞ്ചാമത്തത് വ്യക്തമാക്കുക എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യുക, ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവസാനം നന്ദി അറിയിച്ച് താങ്ക്സോ ആമീനോ അൽഹംദുലില്ലയോ എഴുതുക. വ്യക്തമാക്കാനുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ഏതായാലും 2 എണ്ണം ഉറപ്പാണ്. പഠിച്ചു വെച്ചവർക്ക് 10 മാർക്ക് ഇപ്പം തന്നെ കിട്ടും. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔലിയാക്കളിലൂടെ സംഭവിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ്. കറാമത്ത് ഒരിക്കലും നബിമാരുമായി ബന്ധപ്പെടുത്തി എഴുതരുത്. കറാമത്ത് ഔലിയാക്കൾക്കുള്ളതാണ്. ഔലിയാക്കളിലൂടെ സംഭവിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ്. മുഅ്ജിസത്ത് എന്ന് പറയുന്നതോ അവർ അള്ളാഹുവിൻ്റെ അവർ വിട്ടുപോയിട്ടുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് പോയതാണ്. അവർ അള്ളാഹുവിൻ്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയതാണ്. ശ്രദ്ധിക്കുക, അവർ അള്ളാഹുവിൻ്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയതാണ്. ഇനി ഔലിയാ, ഇത് ഒരുപാട് വലുപ്പമുള്ളതാണ്, സാധ്യത കുറവാണ്, എന്നാലും പഠിച്ചു വെക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. അള്ളാഹുവിനെയും അവൻ്റെ സിഫാത്തുകളെയും, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് സിഫാത്ത് എന്ന് പറഞ്ഞാൽ, കഴിയും വിധം കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കി ആരാധനകളിൽ ശ്രദ്ധ പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഒരുപാടുണ്ട്. അള്ളാഹുവിനെയും അവൻ്റെ സിഫാത്തുകളെയും കഴിയും വിധം മനസ്സിലാക്കി ആരാധനകളിൽ ശ്രദ്ധ പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ. ഇനി അടുത്തത് യോജിച്ചവ ചേർക്കാം എന്ന 6ാമത്തെ ചോദ്യമാണ്. 4 ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഉത്തരം ബ്രാക്കറ്റിലുണ്ട്, നോക്കി തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത് യമനിലെ സബ് ഭരിച്ചിരുന്നത് ആരാണ്? ബൽക്കീസ് രാജ്ഞിയാണ്. 2 മരിച്ചവരെ ജീവിപ്പിച്ചതാരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങളുണ്ട്. വല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകൾ, അഷദ്ദു ഹുബ്ബലില്ലാഹി, കഠിനമായി അള്ളാഹുവിനെ പ്രേമിക്കുന്നവർ, ശക്തമായി അള്ളാഹുവിനെ പ്രേമിക്കുന്നവർ. അപ്പോൾ അഷദ്ദു ഹുബ്ബലില്ലാ എന്നാണ് ചോദിച്ചത്. ഇനി അടുത്തത് ആശയം എഴുതാം എന്ന 7ാമത്തെ ചോദ്യം. 1 തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാ. ഏതെങ്കിലും 1-2 ആയത്തോ ഹദീസോ ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. എന്താണ് അതിൻ്റെ ആശയം? നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ആശയം വരുന്നത്. 2ാമത്തത് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. നബിയെ പിന്തുടരാൻ വേണ്ടി പറയുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നബി പറയാണ് എന്നെ നിങ്ങൾ പിന്തുടരുക. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. 3 വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉ ബിഹ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്, അവ ഉപയോഗിച്ച് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക. ഫഅൽഖ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. ആയത്തിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ അദ്ദേഹം തൻ്റെ വടി താഴെയിട്ടു. അപ്പോൾ അത് വ്യക്തമായ പെരുമ്പാമ്പായി മാറുന്നു, വലിയ പാമ്പായി മാറുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് 2 വീതം എഴുതാം. സ്ഥലമില്ലാത്തതുകൊണ്ട് 2 എഴുതി കൊടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ബുക്ക് നോക്കി നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ ചന്ദ്രനെ പിളർത്തിയതുണ്ട്, കൈവിരലിൽ നിന്ന് വെള്ളം വന്നതുണ്ട്, അതല്ലെങ്കിൽ ഏറ്റവും വലുതും വിശുദ്ധ ഖുർആനുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൽക്കർമ്മങ്ങളെ കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യും. ഇനി മൂന്നാമത്തത്, അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദുറൂസിൽ നിന്ന് നമുക്ക് 5 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. എല്ലാം നന്നായി വായിച്ച് പഠിക്കുക, ആയത്തുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഹദീസുകൾ മനഃപ്പാഠമാക്കി വെക്കുക, അതിൻ്റെയൊക്കെ ആശയങ്ങളും അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഉറപ്പായും മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോ ആണ്. കാരണം നാളത്തോടുകൂടെ പരീക്ഷ അവസാനിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത, കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സമയം എടുത്ത് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ മറ്റ് എല്ലാ ക്ലാസ്സുകളും അയക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്കിത് തുടരണം. പാദവാർഷിക പരീക്ഷ കഴിഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷ ഉടൻ തന്നെ വരും. പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക, ഒഴിവ് സമയങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാ പരീക്ഷയും നല്ല വിഷയമുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.